പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. പ്രൈസ് ദ ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നി സുവിശേഷ ശുശ്രൂഷകളിലേക്ക് രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്വാഗതം. പ്രൈസ് ദ ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ജോബിൻ്റെ പുസ്തകം 36 അധ്യായത്തിൽ 5 തിരുലിഖിതം. ദൈവം ശക്തനാണ്, അവിടുന്ന് ആരെയും വെറുക്കുന്നില്ല. ദൈവം ശക്തനാണ്, അവിടുന്ന് ആരെയും വെറുക്കുന്നില്ല. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. മേരിക്കുട്ടി എറണാകുളത്ത് നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഞാൻ 4 മാസത്തോളമായി അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ സംബന്ധിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ഒരു ഷുഗർ രോഗിയാണ് 10 വർഷത്തോളമായിട്ട്. എനിക്ക് 4 വർഷത്തോളമായി ഇൻസുലിൻ എടുത്തുകൊണ്ടാണ് ഇതിനെ ഞാൻ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ മെയ് മാസം മുതൽ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ എൻ്റെ ഈ ഷുഗർ രോഗം മാറാൻ വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ കർത്താവിൻ്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തിയാൽ എൻ്റെ ഷുഗർ രോഗം പൂർണ്ണമായും വിട്ടുമാറി. ഇൻസുലിൻ കുത്തിവെക്കുന്നത് ഞാൻ നിർത്തി. ഇപ്പോൾ ഞാൻ പൂർണ്ണ സൗഖ്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷം ദൈവമായ കർത്താവിൻ്റെ ശക്തി സമൂഹത്തിലേക്ക് വ്യാപരിക്കട്ടെ. ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തിലിപ്പോൾ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സമയമാണ്. മകനെ മകളെ, വിശ്വാസം ഉണ്ടെങ്കിലും വിശ്വാസം ഇല്ലെങ്കിലും ഇപ്പോൾ കരങ്ങൾ ഉയർത്തി യേശുവിൻ്റെ നാമത്തെ ആരാധിക്കുന്നു. നീ ഇരിക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെ തന്നെ ഇരുന്ന് ആരാധിക്കുക. കണ്ണടച്ച് കരങ്ങൾ കൂപ്പി കർത്താവിൻ്റെ നാമത്തെ വിളിക്കുന്നു, കർത്താവിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, ഇപ്പോൾ അങ്ങയുടെ അത്ഭുത ശക്തി സകല ജനത്തിന് മേലും വ്യാപരിക്കട്ടെ. വേദനയോടെ കരയുന്നവർ, വലിയ ദുഃഖത്തോടെ വിലപിക്കുന്നവർ, അങ്ങയുടെ തിരുസന്നിധിയിൽ രോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർ, സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ച് അങ്ങയുടെ സന്നിധിയിൽ സങ്കടത്തോടെ നിലവിളിക്കുന്നവർ, കുടുംബ പരാജയങ്ങളോർത്ത് കരയുന്നവർ, ഓരോ തരത്തിലുള്ള ദുഃഖത്താലും ഭാരത്താലും വേദനയാലും പിടയുന്നവർ, എല്ലാവരുടെ മേൽ അങ്ങയുടെ കൃപ വ്യാപരിക്കട്ടെ. എല്ലാ കുടുംബങ്ങളുടെ മേൽ അങ്ങയുടെ കാരുണ്യം ഒഴുകട്ടെ. എല്ലാ ഹൃദയങ്ങളുടെ മേൽ അങ്ങയുടെ അത്ഭുത സ്നേഹം നിറയട്ടെ. അങ്ങയുടെ അത്ഭുത സ്നേഹത്തിൻ്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. എല്ലാ ദുർശക്തികളെയും, എല്ലാ ദുരാത്മാക്കളെയും, എല്ലാ പൈശാചിക പീഡകളെയും ഈ ശുശ്രൂഷകൾ വഴി ദൈവജനത്തിന് അനുഗ്രഹവും നിത്യരക്ഷയും സംഭവിക്കുവാൻ തടസ്സമുണ്ടാക്കുന്ന സകല നാരകീയ സേനകളെയും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ബന്ധിച്ച് കെട്ടി നിത്യനരകാഗ്നിയിലേക്ക് ആട്ടിപ്പായിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ അഭിഷേകം ഇപ്പോൾ പ്രവഹിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.
പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ജോബിൻ്റെ പുസ്തകം 36:5 ദൈവം ശക്തനാണ്, അവിടുന്ന് ആരെയും വെറുക്കുന്നില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പിതാവായ ദൈവത്തെക്കുറിച്ച് ദൈവവചനപ്രകാരമുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഹൃദയത്തിൽ വേര് പാകി ശക്തി പ്രാപിക്കുന്നില്ലെങ്കിൽ പിതാവായ ദൈവത്തെക്കുറിച്ച് നമ്മുടെ ഹൃദയത്തിൽ നുണചിന്തകൾ വന്ന് നിറയും. പ്രൈസ് ദ ലോർഡ്. കാരണം പിതാവായ ദൈവത്തെക്കുറിച്ച് ഇടതടവില്ലാതെ രാവും പകലും പഠിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അവൻ്റെ പേരാണ് ദുഷ്ടാത്മാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ പിതാവായ ദൈവത്തെക്കുറിച്ച് ഇടതടവില്ലാതെ ദൈവത്തിൻ്റെ മക്കളുടെ അടുത്ത് വന്ന് എപ്പോഴും അവരുടെ ചെവിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ തല ഉയർത്തി നോക്കുമ്പോൾ ആരോട് പിതാവായ ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കണമെന്ന് ചിന്തിച്ച് അവൻ തല ഉയർത്തി നോക്കുമ്പോൾ ഇതാ ഒരു കൂട്ടം ആളുകളെ കാണുന്നു. അവൻ അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്താണ് ഈ ആളുകളുടെ പ്രത്യേകത? അവർ മ്ലാനമുഖരാണ്. അവരുടെ ഹൃദയത്തിൽ സന്തോഷം മങ്ങിപ്പോയിരിക്കുന്നു. അവർക്ക് ഒരു ഉണർവ് നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഈ ദുഷ്ടാത്മാവ് ഈ മനുഷ്യരുടെ അടുത്ത് ചെന്ന് അവരോട് സംസാരിക്കാൻ തുടങ്ങും. ഈ മനുഷ്യർ പാപത്തിൽ നശിച്ച മനുഷ്യരാണ്. ഈ ദുഷ്ടാത്മാവ് മനുഷ്യരുടെ അടുത്ത് നിന്ന് സംസാരിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവോ? നിങ്ങളുടെ ദൈവം ഇത്ര സ്നേഹമുള്ള ദൈവമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇന്ന തകർച്ചയിൽ നിങ്ങളുടെ ദൈവം നിങ്ങളെ രക്ഷിച്ചില്ല? എന്തുകൊണ്ട് ഇന്ന പ്രശ്നം വരാതെ നിങ്ങളുടെ ദൈവം നിങ്ങളെ കാത്തില്ല? എന്തുകൊണ്ട് ഈ രോഗം നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം അനുവദിക്കുന്നു? എന്തുകൊണ്ട് ഈ കഷ്ടം നിങ്ങളുടെ കുടുംബത്തിൽ വന്നപ്പോൾ ദൈവം നിങ്ങളെ സഹായിച്ചില്ല? നിങ്ങളുടെ ദൈവത്തിന് അത്ര വലിയ സ്നേഹമൊന്നും നിങ്ങളോടില്ല. ഇനി നിങ്ങളുടെ ദൈവം സ്നേഹമാണെങ്കിൽ തന്നെ നിങ്ങളോട് സ്നേഹമില്ല. വല്ല വിശുദ്ധന്മാരോടൊക്കെ സ്നേഹം ഉണ്ടായിരിക്കും, വല്ല പുണ്യന്മാരോടൊക്കെ സ്നേഹം ഉണ്ടായിരിക്കും. നിങ്ങളോട് നിങ്ങളുടെ ദൈവത്തിന് സ്നേഹമില്ല. നിങ്ങളുടെ ദൈവത്തിന് നിങ്ങളോട് ഇഷ്ടമില്ല, നിങ്ങളോട് വെറുപ്പാണ്. കാരണം വെറുതെ ഒന്നുമല്ല, ഈ കണ്ട പാപങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ ദൈവം നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എങ്ങനെ വിചാരിക്കാൻ പറ്റും? നിങ്ങൾ ഇത്രയും നാൾ പാപം ചെയ്തത് കൊണ്ട്, നിങ്ങൾ പാപത്തിൽ ഇരുന്നത് കൊണ്ട് നിങ്ങളുടെ ദൈവത്തിന് നിങ്ങളോട് ഇഷ്ടമില്ല. നിങ്ങളുടെ ദൈവത്തിന് നിങ്ങൾ പാപം ചെയ്തത് കൊണ്ട് നിങ്ങളുടെ ദൈവത്തിന് നിങ്ങളോട് വെറുപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ദുഷ്ടാത്മാവ് പറഞ്ഞു കൊടുക്കുന്ന നുണചിന്ത. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യത്തിൽ എന്താണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്? ദൈവമായ കർത്താവിൻ്റെ വചനം ദൈവമക്കൾക്ക് നൽകുന്ന വ്യക്തമായ പ്രബോധനം ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ 24-ാമത്തെ വാക്യത്തിലുണ്ട്. എല്ലാറ്റിനെയും അങ്ങ് സ്നേഹിക്കുന്നു, അങ്ങ് സൃഷ്ടിച്ച ഒന്നിനെയും അങ്ങ് വെറുക്കുന്നില്ല. വെറുത്തിരുന്നെങ്കിൽ അവിടുന്ന് സൃഷ്ടിക്കുമായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഈ സഗിയോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇവിടെ ഉണ്ടായ ഒരു സംഭവം നിങ്ങളോട് ഞാൻ പങ്കുവെക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു ആന്തരിക സൗഖ്യ ധ്യാനം ധ്യാന കേന്ദ്രത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ധ്യാനത്തിൻ്റെ ആദ്യത്തെ 3-4 ദിവസങ്ങൾ പിന്നിട്ടു. പക്ഷേ അന്ന് ആ ധ്യാനത്തിൽ വന്നിരുന്ന നിരവധി വ്യക്തികൾ ഒരു അനുഭവം ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവരെ നല്ലൊരു കൗൺസിലിങ്ങിന് വിട്ടയച്ച്, അവരോട് നല്ല ശക്തമായ വചനങ്ങൾ പ്രഘോഷിച്ച്, അവർക്ക് വേണ്ടി നന്നായി ബലിയർപ്പിച്ച്, അവർക്ക് വേണ്ടി കുമ്പസാരിപ്പിക്കാൻ നല്ല നല്ല വൈദികരെ കരുതി. പക്ഷേ കുമ്പസാരം കഴിഞ്ഞിട്ടും കൗൺസിലിംഗ് കഴിഞ്ഞിട്ടും വചനങ്ങൾ കേട്ടിട്ടും ബലിയർപ്പിച്ചിട്ടൊന്നും ഇവരുടെ ഹൃദയത്തിനൊരു കുലുക്കവും ഇല്ല. ഇവരൊരു തോന്നിയാസികളെ പോലെ നടക്കുകയാണ്. അവരെ ഞാൻ വിളിച്ച് സംസാരിച്ചു. അവർ ദൈവത്തിൻ്റെ സന്നിധി ഹൃദയം തുറക്കുകയോ അവർ വചനത്തിന് വേണ്ടി ഹൃദയം എളിമപ്പെടുത്തുകയോ ഒന്നും ചെയ്യുന്നത് ഞാൻ കണ്ടില്ല. ഇവരോട് എന്തു പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാത്തതുപോലെ ഇവർക്ക് ദൈവവും ദൈവീക കാര്യങ്ങളും ഒരു പുല്ല് വില കൽപ്പിച്ച് അവരങ്ങനെ കൂസലില്ലാതെ നടക്കുകയാണ്. അവരുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ കഠിനമായ പാപങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ചിന്തിച്ച്, ഇങ്ങനെ കഠിനമായ പാപങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് ഒരു പക്ഷേ ഒരു അനുതാപം പോലും കിട്ടാത്ത വിധം നിത്യനാശത്തിന് വേണ്ടി ഇവരെ ദൈവം ഒഴിഞ്ഞു വെച്ചിരിക്കുകയായിരിക്കും. അതുകൊണ്ടായിരിക്കും ലോകത്തിൽ അങ്ങനത്തെ കുറച്ച് പാർട്ടികൾ ഉണ്ടാകുമായിരിക്കും, നിത്യനാശത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവർ. അതുകൊണ്ടായിരിക്കും ഇവർക്കൊരു അനുതാപം കിട്ടാത്തത് എന്ന് എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു. അന്ന് രാത്രി അച്ഛൻ ധ്യാനകേന്ദ്രത്തിൽ കിടന്നുറങ്ങുകയാണ്. രാത്രി വെളുക്കപ്പുറമായപ്പോൾ ഒരു സ്വപ്നം ദൈവം എനിക്ക് തന്നു.
ഒരു ചെറിയ ഒരു പാവപ്പെട്ട ഒരു പുല്ലുമേഞ്ഞ ഓലപ്പര അല്ലെങ്കിൽ പുല്ല് ഗ്രാമപ്രദേശത്തുള്ള ഒരു കൊച്ചു വീട് ദൈവ സ്വപ്നത്തെ കാണിച്ചു തന്നു. ആ വീടിൻ്റെ ഉമ്മറത്ത് ഒരു റാന്തൽ വിളക്ക് കത്തുന്നുണ്ട്. വെളുക്കപ്പുറമായിട്ടും ഉറങ്ങാത്തൊരു വീട്ടമ്മയെയും ആ വീട്ടമ്മയുടെ കയ്യിലിരിക്കുന്ന വീട്ടമ്മയുടെ തോളിൽ വീട്ടമ്മയെ കയ്യിലെടുത്ത് പിടിച്ചിരിക്കുന്ന ഒരു കുട്ടിയെയും ദൈവം സ്വപ്നത്തിൽ കാണിച്ചു തന്നു. ആ വീട്ടമ്മയെ കണ്ടാൽ അറിയാം, ക്ഷീണിതയാണ്, കൂലിപ്പണിക്ക് പോകുന്നൊരു വീട്ടമ്മയാണ്, പാവപ്പെട്ടൊരു വീട്ടമ്മയാണ്, കാണുമ്പോൾ തന്നെ അറിയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ആ കുട്ടിയെ ശ്രദ്ധിച്ചു. ആ കുട്ടി ഒരു കാല് പൊക്കി പിടിച്ച് ഇങ്ങനെ വിങ്ങി വിങ്ങി കരയുന്നുണ്ട്. ആ കാല് ഞാൻ സൂക്ഷിച്ച് നോക്കി. ആ കാലിൽ ഒരു മുള്ള് തറച്ച് പഴുത്ത് വിങ്ങി വീർത്ത് ഇരിക്കുന്നത് കാണാൻ പറ്റും. ആ വിങ്ങൽ സഹിക്കാൻ പറ്റാതെ കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ അമ്മ ആ കുട്ടിയുമായി ആ ഉമ്മറത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുട്ടിയെ ആശ്വസിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം? ആ കുട്ടി ഈ അമ്മ പണിക്ക് പോയപ്പോൾ ആ വാചലപ്പാട്ടിലൂടെയും ആ ഇടവഴികളിലൂടെയൊക്കെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് അതിൻ്റെ കാലിലൊരു വിഷമുള്ള തറച്ച് അതാരെയും കാണിച്ചില്ല. 3-4 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ മുള്ള അവിടെ ഇരുന്ന് പഴുത്ത് കാൽ വിങ്ങി വീർത്ത് ഇപ്പോൾ അത് സഹിക്കാൻ പറ്റാത്ത വേദനയായി. അങ്ങനെ വിങ്ങുന്ന കാലുമായി ഇരിക്കുന്ന കുട്ടിയെയാണ് പണി കഴിഞ്ഞ് വന്ന വീട്ടമ്മ കാണുന്നത്. വീട്ടമ്മയുടെ ക്ഷീണമെല്ലാം മാറി. ആ വീട്ടമ്മ ആ കുട്ടിയുടെ കാര്യം ശ്രദ്ധിക്കാൻ തുടങ്ങി. അതിൻ്റെ ഉറക്കവും അതിൻ്റെ വിശ്രമവും അതിൻ്റെ ക്ഷീണവും ഒന്നും കണക്കാക്കാതെ, അതിൻ്റെ സ്വകാര്യ ദുഃഖങ്ങളൊന്നും കണക്കാക്കാതെ ആ വീട്ടമ്മ അതിൻ്റെ മുഴുവൻ സമയവും അതിൻ്റെ മുഴുവൻ കഴിവും ഈ കുഞ്ഞിൻ്റെ കൂടെ, ആ വേദനിക്കുന്ന കുഞ്ഞിൻ്റെ കൂടെ ആ രാത്രി മുഴുവൻ ആ വേദനയോട് ചേർന്ന് നിൽക്കുന്നൊരു അമ്മയാണ് ദൈവം എനിക്ക് കാണിച്ചു തന്നത്. എന്നിട്ട് ദൈവം എന്നോട് ചോദിച്ചു, നിസ്സാര സ്നേഹം മാത്രമുള്ള മനുഷ്യരുടെ ഹൃദയത്തിൽ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രയാസം വന്നാൽ ആ കുഞ്ഞുങ്ങളോട് ഇത്രമാത്രം വാത്സല്യവും സ്നേഹവുമാണ് നിസ്സാര സ്നേഹം മാത്രമുള്ള മനുഷ്യ ഹൃദയങ്ങളുള്ളതെങ്കിൽ സ്നേഹം തന്നെയായ എനിക്ക് എൻ്റെ മക്കളുടെ നാശത്തിൽ വേദനയില്ലെന്നാണോ അച്ഛൻ ചിന്തിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഭൂമിയുള്ള ഏതൊരു മനുഷ്യനേക്കാളും സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് ദൈവമെന്ന് വചനം പഠിപ്പിക്കുന്നു. ആ ദൈവം ചോദിക്കുകയാണ്, നിസാര സ്നേഹം മാത്രമുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ക്ഷീണമോ അവരുടെ കാലിലൊരു മുള്ളു തറയ്ക്കലോ എന്തെങ്കിലും ഒരു വിഷമം അവർക്ക് വന്നാൽ നിങ്ങൾക്ക് അവരോട് ഇതുപോലെ സ്നേഹവും അവരുടെ വേദനയിൽ എത്ര മണിക്കൂർ വേണമെങ്കിലും അവരോടുകൂടെ നിൽക്കാനുള്ള ഒരു ഹൃദയത്തിൻ്റെ ഒരു ഉത്കടമായ അഭിവാഞ്ചയുണ്ടെങ്കിൽ സ്നേഹം തന്നെയായി എനിക്ക് എൻ്റെ മക്കളുടെ നാശത്തിൽ എത്രയോ വേദനയുണ്ടായിരിക്കും എന്നാണ് നിങ്ങൾ കരുതുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് സുവിശേഷം പഠിപ്പിക്കുന്ന ദൈവവചനം പഠിപ്പിക്കുന്ന ഒരു സത്യമാണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നാം പാപം ചെയ്യുമ്പോൾ ദൈവം നമ്മിൽ നിന്ന് അകന്ന് നമ്മളെ വെറുക്കുന്നു എന്നുള്ളതല്ല സുവിശേഷത്തിൻ്റെ പഠനം, ദൈവത്തിൻ്റെ പഠനം. നാം പാപം ചെയ്യുമ്പോൾ പാപത്തിൻ്റെ പരിണതഫലമായുള്ള ഓരോ തകർച്ചകളും നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വേദനയോട് ചേർന്ന് നമ്മുടെ ദൈവം നമ്മുടെ ആ വേദനയിൽ നമ്മളോട് ചേർന്ന് മറ്റെന്നത്തേക്കാൾ അധികമായി നമ്മുടെ വേദനയിൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ദൈവമാണ് സുവിശേഷത്തിലെ ദൈവം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം സൃഷ്ടിച്ച ഒന്നിനെയും ദൈവം വെറുക്കുന്നില്ല. വെറുത്തിരുന്നെങ്കിൽ അവിടുന്ന് സൃഷ്ടിക്കുമായിരുന്നില്ല. നാട്ടുമ്പുറങ്ങളിലുള്ള നിരവധി വ്യക്തികളുടെ മനസ്സിലുള്ള മറ്റൊരു ചിന്തയാണ്, ദൈവം പറഞ്ഞത് അനുസരിക്കാതിരിക്കുമ്പോൾ ദൈവം ചിലപ്പോൾ ഇങ്ങനെ വേദനിപ്പിക്കും എന്നുള്ള ചിന്ത. ഒരു ദിവസം ഒരു വ്യക്തി തൻ്റെ ഭവനത്തിൽ നിന്ന് ജോലിക്ക് പോയി തിരിച്ചു വരുമ്പോൾ ആ വ്യക്തിയുടെ ശരീരത്തിൽ ഒരു അപകടമുണ്ടായി. മുറിവോടുകൂടെയാണ് ആ വ്യക്തി തിരിച്ചു വന്നത്. ഒരു ചെറിയ ആക്സിഡൻ്റ് ഉണ്ടായി, മുറിവോടുകൂടെയാണ് ആ വ്യക്തി തിരിച്ചു വന്നത്. അപ്പോൾ ആ വീട്ടമ്മ ആ വ്യക്തിയോട് പറഞ്ഞത് എങ്ങനെയാണ്, അല്ലെങ്കിലും ഞാൻ വിചാരിച്ചതാണ്, രാവിലെ പ്രാർത്ഥിക്കാതെ എഴുന്നേറ്റ് പോയപ്പോൾ ഞാൻ ഓർത്തതാണ് ഇന്ന് എവിടെയെങ്കിലും വെച്ച് ദൈവം ഒരു കൊട്ട് തരുമെന്ന്. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? രാവിലെ പ്രാർത്ഥിക്കാതെ എഴുന്നേറ്റ് പോയത് കൊണ്ട് ദൈവം അവനൊരു അപകടത്തിൽപ്പെടുത്തി അവനൊരു കൊട്ട് കൊടുത്ത് എന്നല്ലേ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് സുവിശേഷ അധിഷ്ഠിതമായ ഒരു ചിന്തയല്ല. നമ്മൾ പ്രാർത്ഥിക്കാതെ പോകുമ്പോൾ, നമ്മൾ പാപം ചെയ്ത് പോകുമ്പോൾ എവിടെ വെച്ചാണ് നമുക്കിട്ടൊരു കൊട്ട് തരേണ്ടത് എന്ന് നോക്കി നടക്കുന്ന ദൈവം അല്ല ബൈബിളിലെ ദൈവം.
ദൈവം വേദനിപ്പിക്കുന്നതിൽ സന്തോഷിക്കുന്ന ദൈവം അല്ല ബൈബിളിലെ ദൈവം. ജോബിൻ്റെ പുസ്തകത്തിൽ 34-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു. 34-ാം അധ്യായം 10-ാമത്തെ വാക്യം, അതിനാൽ വിജ്ഞാനികളെ കേൾക്കുവിൻ, ദൈവം ഒരിക്കലും ദുഷ്ടത പ്രവർത്തിക്കുന്നില്ല. അതിനാൽ വിജ്ഞാനികളെ കേൾക്കുവിൻ, ദൈവം ഒരിക്കലും ദുഷ്ടത പ്രവർത്തിക്കുന്നില്ല. ജോബിൻ്റെ പുസ്തകം 34-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യം, ജോബ് 34:12, ദൈവം ദുഷ്ടത പ്രവർത്തിക്കുകയില്ല, ഇത് സത്യം. ദൈവം ഒരിക്കലും ദുഷ്ടത പ്രവർത്തിക്കുകയില്ല, ഇത് സത്യം. ജോബ് 34:12. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെ മക്കളെ ദൈവത്തിൽ നിന്നും അകറ്റാൻ പിശാചിൻ്റെ അസൂയ ഇതാ ദൈവമക്കളുടെ ഹൃദയത്തിൽ നുണചിന്തകൾ നൽകുകയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ 24-ാം വാക്യം ഇങ്ങനെ പഠിപ്പിക്കുന്നു, പിശാചിൻ്റെ അസൂയ നിമിത്തം മരണം ലോകത്തിലേക്ക് പ്രവേശിച്ചു, അവൻ്റെ പക്ഷക്കാർ അത് അനുഭവിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തിൽ ഇതുപോലുള്ള ഇരുട്ട് ചിന്തകൾ, ഇതുപോലുള്ള അന്ധകാര ചിന്തകൾ, ഇതുപോലുള്ള നുണചിന്തകൾ വരുമ്പോൾ വചനത്തിൻ്റെ ശക്തിയാൽ, വചനത്തിൻ്റെ വെളിച്ചത്തിൽ അങ്ങനെയുള്ള ചിന്തകളെ നാം തള്ളിക്കളയണം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദൈവം നമ്മെ വെറുക്കുന്നില്ല, എപ്പോഴും ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ടോണി ഡിമല്ലോ എന്നൊരു വ്യക്തി, ആ വ്യക്തിയുടെ പ്രാർത്ഥനയിൽ നിന്ന് ആ വ്യക്തിക്ക് ലഭിച്ച ഒരു ആത്മീയ ബോധ്യം ആ വ്യക്തിയുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വെളിച്ചം കിട്ടുന്നതിന് വേണ്ടി അത് നിങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കാം. ഒരു തകർന്ന വ്യക്തി ആ തകർച്ചയുടെ നടുവിലിരുന്ന് വേദനയോടെ ചിന്തിക്കുന്ന ചിന്തയാണ് ടോണി ഡിമല്ലോ ഒരു ആത്മകഥ പോലെ എഴുതി വച്ചിരിക്കുന്നത്. അത് വായിച്ച് കേൾപ്പിക്കാം. തകർന്ന വ്യക്തി ചിന്തിക്കുന്ന ചിന്ത എന്താണ് ചിന്തിച്ചുകൊണ്ടിരുന്നതെന്ന് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ആ തകർന്ന വ്യക്തി ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്: I was a neurotic for years. I was anxious and depressed and selfish, and everyone kept telling me to change, and everyone kept telling me how neurotic I was, and I resented them, and I agreed with them, and I wanted to change, but I just couldn't. No matter how hard I tried. What hurt me the most was that my best friends also kept telling me how neurotic I was. He too kept insisting that I have to change, and I agreed with him too, though I couldn't bring myself to change. And I felt so powerless and so trapped. Then one day he said to me, "Don't change. Stay as you are. It really doesn't matter whether you change or not. I love you just as you are. I love you just as you are." Those words sounded like music to my ears. Don't change. I love you just as you are. I am, and I relaxed, and I came to alive, and oh wondrous marvel, I changed. Praise the Lord. Hallelujah. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ന്യൂറോട്ടിക്കായ മനുഷ്യൻ മദ്യപാനം, തകർച്ച, ചീട്ടുകളി, തിന്മ, വെറുപ്പ്, ക്രൂരത, കുനിട്ടുബുദ്ധി, കുന്നായ്മ, എല്ലാ തരത്തിലുള്ള കുനിഷ്ഠ ചിന്തകളും ഉണ്ടായിരുന്ന മനുഷ്യൻ അവനങ്ങനെ കുരുട് പിടിച്ച അവസ്ഥയിലിരുന്ന് ചിന്തിക്കുകയാണ്, ഞാൻ തകർന്നു. അപ്പോൾ ഇവൻ ചിന്തിക്കുമ്പോൾ മറ്റുള്ളവരോട് പറയുകയാണ്, നിനക്കിഞ്ഞി രക്ഷയില്ല, നീ തകർന്നു, നീ ചീത്തയാണ്, നീ പൊട്ടയാണ്, നീ ഇനി നന്നാകാൻ പോകുന്നില്ല. ഇങ്ങനെ ഇവനെ കാണുന്ന ഇവൻ്റെ വീട്ടുകാർ, ഇവൻ്റെ മാതാപിതാക്കന്മാർ എല്ലാവരും ഇവനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവനെ ഏറ്റവും വിഷമിപ്പിച്ച കാര്യം ഇതാണ്, എൻ്റെ ഏറ്റവും അടുത്ത എൻ്റെ സ്നേഹിതന്മാർ പോലും എന്നോട് പറയാൻ തുടങ്ങി, നീ കൊള്ളില്ല, നീ ചീത്തയാണ്, നിൻ്റെ നടപടി ശരിയല്ല, നീ പൊട്ടയാണ്, നീ ചീത്തയാണ് എന്ന് പറയാൻ തുടങ്ങി. അത് അവനെ ഒത്തിരി വേദനിപ്പിച്ചു. അവരെല്ലാവരും അവനോട് ആവശ്യപ്പെടുന്ന കാര്യം ഇങ്ങനെയാണ്, നീ നന്നാകണം, നീ നിൻ്റെ ഈ നടപടി മാറ്റണം, നീ നന്നാകണം, എന്നാലേ ദൈവത്തിന് എന്നോട് ഇഷ്ടം ഉണ്ടാവുള്ളൂ, നീ നന്നാകണം.
അവൻ അങ്ങനെ ഇതെല്ലാം കേട്ടപ്പോൾ അവൻ്റെ കഴിവിൻ്റെ പരമാവധി അവൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ എത്ര പരിശ്രമിക്കുന്നുവോ അത്രയും പിന്നെയും അവൻ തിന്മയിലാകപ്പെടുകയാണ്. ഏതാണ്ട് പൊന്മാൻ മുണഞ്ഞിൽ വീണ അവസ്ഥയായിരുന്നു അവൻ്റേത്. അങ്ങനെ അവൻ നന്നാകാൻ വേണ്ടി ശ്രമിക്കുന്നവരും വീണ്ടും പൊട്ട സ്വഭാവത്തിലേക്ക് അവൻ വീണുകൊണ്ടിരുന്നു. അങ്ങനെ അവസാനം അവൻ തളർന്നിരിക്കുമ്പോൾ ഒരു ദിവസം അവൻ്റെ കാതുകളിൽ ഒരു സ്വരം മുഴങ്ങി, ഡോണ്ട് ചേഞ്ച്, സ്റ്റേ ആസ് യു ആർ. It doesn't matter whether you change or not. I love you as you are. നീ മാറ്റം വരുത്തിയോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ വിഷയമല്ല. നീ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നെ എനിക്ക് ഇഷ്ടമാണ്. നീ ഇപ്പോൾ എന്ത് അവസ്ഥയിലാണ് ആ അവസ്ഥയിൽ നിന്നെ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. നിന്നോട് എനിക്ക് വെറുപ്പില്ല. സ്റ്റേ ആസ് യു ആർ. It doesn't matter whether you change or not. Stay as you are. I love you as you are. നീ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് സുവിശേഷത്തിൽ ദൈവം നൽകുന്ന വലിയൊരു വെളിപ്പെടുത്തൽ. ഞാൻ പാപത്തിലിരിക്കുമ്പോഴും, ഞാൻ കുരുട്ടുബുദ്ധിയിലിരിക്കുമ്പോഴും, ഞാൻ അന്ധകാരത്തിൽ ഇരിക്കുമ്പോഴും ദൈവം എന്നെ വെറുത്ത് ശപിച്ച് തള്ളുന്നില്ല. അപ്പോഴും ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ ദൈവം എന്നെ ഉൾക്കൊള്ളുന്നു. ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ ദൈവം എൻ്റെ അടുത്ത് വന്ന് എന്നെ അതിൽ നിന്ന് വിശുദ്ധിയിലേക്ക് ഉയർത്താൻ എൻ്റെ കൂടെ നിന്ന് എൻ്റെ ദൈവം വേദനിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ജ്ഞാനം 11:24. അങ്ങ് സൃഷ്ടിച്ച ഒന്നിനെയും അങ്ങ് വെറുക്കുന്നില്ല. വെറുത്തിരുന്നെങ്കിൽ അങ്ങ് സൃഷ്ടിക്കുമായിരുന്നില്ല. ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളിൽ ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഞാൻ പാപം ചെയ്തു നിമിത്തം എൻ്റെ ദൈവം എന്നിൽ നിന്ന് അകന്നുപോയി, എൻ്റെ ദൈവം എന്നെ വെറുക്കുന്നു, എൻ്റെ ദൈവത്തിന് എന്നെ ഇഷ്ടമല്ല, ഇങ്ങനെ എപ്പോഴും ഹൃദയത്തിൽ അങ്ങനെ കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഭാരപ്പെടുന്ന ചിന്തയുണ്ടെങ്കിൽ, അങ്ങനെയുള്ള മേഖലകളിൽ ദൈവമക്കളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്ടാരൂപികൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. ദൈവമക്കൾക്ക് ദൈവത്തിൻ്റെ സ്നേഹസ്പർശനം, ദൈവത്തിൻ്റെ ദയയുടെ സ്പർശനം, ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ സ്പർശനം സമൃദ്ധമായി ലഭിക്കുവാൻ തടസ്സമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും, എല്ലാ വിപരീത ശക്തികളെയും, വികടചിന്തയുടെ ആത്മാക്കളെയും നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ചു കെട്ടി നിത്യ നരകാഗ്നിയിലേക്ക് ആട്ടിപ്പായിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ ഹൃദയത്തിൽ വേരുപാകിയിരിക്കുന്ന എല്ലാ തെറ്റായ ബോധ്യങ്ങളെയും കഴുകിക്കളയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവ് നടാത്ത ചെടികളെല്ലാം പിഴുതു കളയാൻ വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഈ നിമിഷങ്ങളിൽ ഹൃദയങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. സാത്താൻ വിതച്ച കളകൾ കർത്താവെ ഇപ്പോൾ അവിടുന്ന് എടുത്തു മാറ്റണമേ. ഈ ഹൃദയത്തിലെ അവിടുന്ന് ഓരോ തരത്തിലുള്ള അന്ധകാര ചിന്തകളെ സൗഖ്യപ്പെടുത്തണമേ. രണ്ട് കരങ്ങളും കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തുക. ഈ സമയത്ത് വേദനയോടിരിക്കുന്നവർ കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നു. സകല രോഗത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഉന്നതമായ അഭിഷേക ശക്തിയാൽ നിറയട്ടെ കർത്താവേ. കുടുംബങ്ങളെ ഗ്രസിക്കുന്ന എല്ലാ അന്ധകാരങ്ങളും വിട്ടുപോകട്ടെ. ഓരോ സ്ഥാപനങ്ങളെയും, കുടുംബങ്ങളെയും, പ്രവർത്തന മേഖലകളെയും, ജോലി സ്ഥലങ്ങളെയും വട്ടം വിടുന്ന എല്ലാ അന്ധകാര ശക്തികളെയും നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. തിന്മകളും അതിൻ്റെ എല്ലാ ആധിപത്യങ്ങളും യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്താൽ ഇപ്പോൾ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം. എൻ്റെ പേര് ബിജു. ഞാൻ കർണാടകത്തിൽ നിന്ന് വെളുത്തങ്കടി രൂപതയുടെ കാഞ്ചാൽ ഇടവകയിൽ വരുന്നത്. മംഗലാപുരത്തിന് അടുത്താണത്. മംഗലാപുരത്തു നിന്ന് 85-100 കിലോമീറ്റർ അടുത്താണ് വീട്. മംഗലാപുരത്ത് നിന്ന് ഏതാണ്ട് ഒരു 100ഓളം കിലോമീറ്റർ അകലെയാണ് വീട്. ഞാൻ വരാൻ കാരണം വണ്ടി ആക്സിഡൻ്റായി എൻ്റെ വലത്തെ കാല് ഒടിഞ്ഞിട്ട് പ്ലാസ്റ്റർ ഇട്ടിട്ട് രണ്ടാമത് വെട്ടിക്കാൻ പോയപ്പോഴത്തേന് ഡോക്ടർ പിന്നെയും പറഞ്ഞു പ്ലാസ്റ്റർ ഇടണം, കൂടിയിട്ടില്ല, ഒരു സൈഡ് മാത്രമേ ഇച്ചിരി കൂടിയിട്ടുള്ളെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ എൻ്റെ മനസ്സിൽ തീരുമാനിച്ചു ഈശോയുടെ അടുത്ത് വന്നിട്ട് പിന്നെ ഡോക്ടറെ കാണിച്ചിട്ട് പ്ലാസ്റ്റർ ഇടാം. അന്നേരം ഡോക്ടർ പറഞ്ഞു അങ്ങനെ വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെ മതി, ഞാൻ കാല് സൂക്ഷിച്ചോളാം. എന്നിട്ട് 2 വടി തന്നു നടക്കാനായിട്ട്. ഒരു വടി ഞാൻ ധ്യാനത്തിന് വരുമ്പോഴത്തേനും ഒരു വടി വീട്ടിൽ ഉപേക്ഷിച്ചിട്ട്
ഒരു വടിയിൽ ഒരു കാലിൽ കുത്തി കുത്തി ചാടി ചാടി അന്ന് 2 വടിയിലായിരുന്നു അന്ന് ഇരുന്നിരുന്നത്. ധ്യാനത്തിന് വന്ന ഒരു വടി കുത്തി കുത്തി പോന്ന. അത് കഴിഞ്ഞ് ഞാനിവിടെ അന്ന് സന്ധ്യയ്ക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഗാനം ആലപിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എല്ലാവരോടും എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. അന്നേരം എൻ്റെ അടുത്തിരിക്കുന്നവർക്കൊക്കെ അറിയാം, ഞാനൊരു കാല് കുറച്ച് നേരം എഴുന്നേറ്റ് ഇരിക്കും. വന്നപ്പോൾ ധ്യാന കേന്ദ്രത്തിൽ വന്നപ്പോൾ ആദ്യ ദിവസം വടി കുത്തിപ്പിടിച്ചാണ്. വടി കുത്തിപ്പിടിച്ച് തന്നെയാണ് നടന്നത്. വടിയും കൊണ്ടായിരുന്നു ഞാൻ അവിടെ ഇരുന്നതും. അങ്ങനെ അഭിഷേകം പ്രാപിച്ചിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ പിടച്ചു വീണതായി എനിക്ക് തോന്നി. പിടച്ചു വീണ് കുറേ നേരം കിടന്നു പിടച്ചപ്പോഴത്തേന് നിലത്തേക്ക് വീണു. അത് കഴിഞ്ഞ് അച്ഛനും ആരാണ്ട് വന്ന് വെഞ്ചരിച്ച വെള്ളം തലയിൽ ഒഴിച്ചു. അതൊന്നും അറിയുന്നില്ല, തല വീണതായിട്ട് ഓർക്കുന്നുണ്ട്. എന്നാലും ഞാൻ കിടന്ന് പിടച്ച് കുറേ നേരം പിടിച്ച് കഴിഞ്ഞപ്പോൾ വേറെ ബ്രദർ 2 പേര് കൂട്ടിക്കൊണ്ട് തന്നെ അങ്ങോട്ട് പോയി. അന്നേരം ഞാൻ നടന്ന് തന്നെയാണ് പോണേ, അതൊന്നും ഞാൻ ഓർക്കുന്നില്ല. നടന്നുകൊണ്ട് തന്നെ വടിയെല്ലാം ഉപയോഗിച്ച് അവിടെ തന്നെ നടന്നു പോണേ. അവിടെ ചെന്നപ്പം എനിക്ക് കുറച്ച് നേരം നടക്കണമെന്ന് തോന്നി. അതിലേക്കൂടെ ഞാൻ കുറേ നേരം അതിലെ ഇങ്ങനെ നടന്നു. അന്നേരം എനിക്ക് നടക്കാൻ കഴിയുന്നുണ്ട്. അന്നേരം എനിക്ക് തോന്നി എൻ്റെ വടി ഇനി ഉപേക്ഷിക്കാമെന്ന്. അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ എന്നെ ഭയങ്കര ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക, എന്നെ വിറപ്പിച്ചുകൊണ്ടിരിക്കുക. സിസ്റ്റർമാരെല്ലാം ഒത്തിരി നേരം പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് കുറേ വെള്ളവും എല്ലാം കുടിക്കാൻ നിന്നിട്ടും എനിക്ക് നിൽക്കാനാണെന്നില്ല, ആകെ കിടന്ന് പിടപ്പിക്കും എന്നെ. അത് കഴിഞ്ഞ് എന്നെ കൊണ്ടുപോയി കിടത്തിയവർ ഒന്ന് ഉറങ്ങാൻ പറഞ്ഞു. ഉറക്കവും വരുന്നില്ല, അവിടെ കുത്തിപ്പിടിച്ചിരുന്നു. ഇവിടെ കുർബാനയുടെ നേരമായപ്പോഴത്തേനും ഞാൻ എഴുന്നേറ്റ് പോന്നു. ഇപ്പം എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി, നടക്കാനായിട്ട് നല്ലതായിട്ട് കഴിയുന്നുണ്ട്. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സഹോദരൻ വടി കുത്തിപ്പിടിച്ചാണ് ഇങ്ങോട്ട് വന്നത്. ആ വടി കുത്തിപ്പിടിച്ച് തന്നെ ഈ ധ്യാനത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ ഈ ധ്യാന കേന്ദ്രത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചൊരു പ്രാർത്ഥനയും പാട്ടും ഉണ്ടായത്. ആ പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി പാട്ട് പാടി സ്തുതിക്കുന്ന സമയത്ത് എന്തോ ഒരു ശക്തി ഇദ്ദേഹത്തിന് അടിക്കണമെന്ന് തോന്നി. ഇദ്ദേഹം മറിഞ്ഞടിച്ച് വീണ് അവിടെ കിടന്ന് കയ്യും കാലും ഇട്ട് അടിക്കുന്ന സമയത്ത് ആത്മാവിൻ്റെ ശക്തി അദ്ദേഹത്തിന് വ്യാപരിച്ച് ആ നിമിഷം മുതൽ ഇദ്ദേഹത്തിൻ്റെ കാലുകൾ സുഖപ്പെട്ട് പിന്നെ അതിനുശേഷം അദ്ദേഹം വടി കുത്തിയിട്ടില്ല. വടി കുത്താതെ അദ്ദേഹം അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഇപ്പോൾ ഇതുപോലെ സുഖമായിട്ട് നടക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വടി കുത്തിപ്പിടിച്ചാണ് ഇങ്ങോട്ട് കയറി വന്നത്. ഇപ്പോൾ ഇതാ വടി ഉപേക്ഷിക്കാൻ കർത്താവ് കൃപ കൊടുത്ത് അനുഗ്രഹിച്ച്. വീട്ടിൽ നിന്ന് ആരെങ്കിലും കൂടെ വന്നിട്ടുണ്ടോ? ചാച്ചൻ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കാം. ചാച്ചൻ ഇവിടെ ഉണ്ടെങ്കിൽ വരാവോ? ഈ കാര്യത്തെക്കുറിച്ച് എന്താ കുറച്ചൊന്ന് വ്യക്തമാക്കാവോ? 3 മാസം മുമ്പ് പിന്നെ ഒരു ആക്സിഡൻ്റ് ആയിട്ട് കാലൊടിഞ്ഞു. ഒരു ആക്സിഡൻറ്റ് മൂലമായിട്ട് കാലൊടിഞ്ഞതാണ്. കാലൊടിഞ്ഞു ആശുപത്രിയിൽ 2 മാസത്തോളം ചിലവഴിച്ചു. പിന്നെ വീട്ടിൽ വന്നു ബ്ലാസ്റ്റ് ഇട്ടു. അവിടെ കഴിഞ്ഞാൽ ബ്ലാസ്റ്റ് എടുക്കണമെന്ന് നിർബന്ധിച്ചവൻ എടുപ്പിച്ച് ബ്ലാസ്റ്റ്. അവർ എസ്ര എടുത്ത് നോക്കിയപ്പം പറഞ്ഞു കാല് ശരിക്ക് ചേർന്നിട്ടില്ല, ഇനി ഇടണമെന്ന് പറയുമ്പോൾ ഞാൻ ഞാൻ വീട്ടിൽ പോയിരുന്ന ആളെ ഇടണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിലിരുന്നു. അപ്പോൾ ഇവന് തോന്നി ധ്യാനം പോയി കൂടുന്നു. അപ്പം ഇവൻ TV കണ്ടു ഇവിടുത്തെ ധ്യാനത്തിൻ്റെ വിഷയം. നമ്മുടെ ഷാലോം ചാനലിലുള്ള അഭിഷേകാഗ്നി പ്രോഗ്രാമിലൂടെയാണ് അവരത് കണ്ടത്. അന്നേരം പറഞ്ഞു എനിക്ക് അവിടെ പോയേ ആവുള്ളൂ. അപ്പോൾ ഇവന് കാലുമേലാതെ ഇവനെ കൊണ്ടുവരാൻ പറ്റുമോ? അവൻ സമ്മതിക്കാൻ ഇങ്ങനെ ഇടയിൽ എത്തിക്കോളാവുന്നു. മംഗലാപുരത്ത് 100 കിലോമീറ്റർ അകലാന്ന് പറഞ്ഞു. അവിടെ ആരും എൻ്റെ കൂടെ പോകുന്നില്ലേലും ഞാൻ പോകുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അറിഞ്ഞ് എൻ്റെ കൂടെ പോകുന്നതാണ്. അങ്ങനെയാണ് ഇവിടെ വന്നു. അവൻ്റെ ആഗ്രഹം തമ്പുരാൻ സാധിച്ചു. ഹല്ലേലൂയ.